ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാനൊരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിൽ ഇന്ന് എനിക്ക് കുറച്ച് സംതൃപ്തി തരുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. FJ വിക്രത്തിനെതിരെ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം ഒരു ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത്. ഇന്ന് ആ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിട്ട് FJ വിക്രത്തിനോട് പെരുമാറിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഇങ്ങനെയാണ് ഓരോ തെറ്റുകളെ തിരുത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വിക്രത്തിന് കപ്പ് കൊടുത്ത് വിട്ടാൽ പോരെ. ശരിക്കുള്ള ഇപ്പോഴത്തെ നില വെച്ചിട്ട് വിക്രത്തിന് കപ്പ് കൊടുത്ത് വിടുക, റണ്ണറപ്പായിട്ട് അറോറയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കനിക്ക് കൊടുക്കുക, ഇവരൊരു ഫാമിലി ആയിട്ട് പോകുന്നത് പോലെയാണ്. ഇവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവണം. എന്നാലേ ഈ ഗെയിം കുറച്ചും കൂടെ നല്ലതായി മാറുള്ളൂ. തമിഴിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാരസ്യമുള്ളതായി മാറുള്ളൂ. സോ ഇന്ന് FJ ചെയ്ത കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വിക്രത്തിൻ്റെ ഈ കാര്യം പറഞ്ഞപ്പം കമറുദ്ദീൻ അപ്പുറം എന്ന് പറയുന്നുണ്ട്, ബോട്ടിൽ ടാസ്കിൽ വിക്രം എൻ്റെ കൈ കടിച്ചായിരുന്നു എന്ന്. ഇത് എത്ര പേർക്ക് അറിയാം? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊങ്ങി വരണം. എന്നിട്ട് ഏറ്റവും പ്യൂരിഫൈ ആയ ഒരു വിന്നറാണ് അവിടെ ഉണ്ടായി വരേണ്ടത്. ഇതിപ്പോൾ ആദ്യം വിക്രത്തിന് കപ്പ് കൊടുത്ത പോലെ എല്ലാവരും ഇരിക്കുന്നത്. വിക്രം പറയുന്നത് വേദവാക്യം. അവിടെ ഒരു രാജമാതയുണ്ട്, വിക്രമുണ്ട്, റാണിയായിട്ട് അറോറ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും എന്താ അവിടെ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം മലയാളം ബിഗ് ബോസ് ആയിക്കോട്ടെ, ഇപ്രാവശ്യത്തെ തമിഴ് ബിഗ് ബോസ് ആയിക്കോട്ടെ, രണ്ടും ഒരു സീരിയലിൻ്റെ കണക്കാണ്. തമിഴ് ബിഗ് ബോസിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സാന്ദ്ര എന്ന വില്ലത്തിയും ബാക്കി എല്ലാവരും കൂടി എതിരിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊരു സീരിയൽ കണക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ഷോയ്ക്ക് ഒരു വിലയില്ലാതായി മാറും. ഈ അറോറേനെ ആയിക്കോട്ടെ, അമിത്തിനെ ആയിക്കോട്ടെ, കനീനെ ആയിക്കോട്ടെ, വിക്രത്തിനെ ആയിക്കോട്ടെ, എന്താണ് എക്സ്പോസ് ചെയ്യാത്തത്? അങ്ങനെ എക്സ്പോസ് ചെയ്ത് ഓരോരുത്തരെ എക്സ്പോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗെയിമിനൊരു ഗുമ്മുണ്ടാവുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസം പിടിച്ച് കളിക്കുന്ന ഒരു ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തികേടായി മാറും. അവിടെ ഇപ്പൊ ആകെ നടക്കുന്നത് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നത് മാത്രമാണ്. ഇവരെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറയാനുണ്ട്. അറോറയാണെങ്കിൽ നല്ല മടിച്ചിയാണ്. അറോറേനെയൊക്കെ എത്ര പ്രാവശ്യം പറയായിരുന്നു. അത് പറയേണ്ട ആളെന്ന് പറയുന്നത് അവിടെ നന്നായി പണിയെടുക്കുന്ന ആൾ അറോറേനെ കുറിച്ച് പറയാൻ തുടങ്ങണം. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പറയാൻ തുടങ്ങണം. ഇതെല്ലാവരും പാസം പറ്റി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയിൻ്റെ ഇമേജിനെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ ആ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് നശിച്ചു പോവുക. സോ എനിക്ക് പറയാനുള്ളത്, ഇന്ന് FJ വിക്രത്തിനെ ചോദ്യം ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഓരോരുടെ ക്യാരക്ടറെ എക്സ്പോസ് ചെയ്യണം. എന്നാലേ ഈ ഗെയിം ഒരു രസമായി മാറുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു കുടുംബചിത്രം കാണുന്ന പോലെ ഉണ്ട്. ഇനി നമുക്ക് എപ്പിസോഡിലേക്ക് വരാം. സാന്ദ്രേൻ്റെ കുട്ടികളെക്കുറിച്ച് കനി എന്തോ പാടി എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യം തന്നെ ടോപ്പിക്ക്. അതിന് ക്ഷമ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് കനി വരുന്നത്. ലിവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കനിക്ക് ക്ഷമ വേണമെന്നാണ് കനീൻ്റെ പക്ഷം. സാന്ദ്ര പറയുന്നു, ഞാൻ ക്ഷമ പറയത്തില്ല, എനിക്ക് ക്ഷമ പറയാൻ തോന്നുന്നില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. സാന്ദ്ര മിക്കവാറും കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് പിടിച്ചിട്ട് 106 ദിവസം വരെ പോകാൻ, അല്ലെങ്കിൽ ഈ ആഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതിനോ വേണ്ടിയുള്ള കളിയാണ് സാന്ദ്ര കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ആഴ്ച 24 hours ആരുടെ ഫാമിലി നിൽക്കണം എന്നതായിരുന്നു ചർച്ച. ഈ വീക്കിലി ടാസ്ക് വിജയിച്ച ടീമിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കാൻ തുടങ്ങി. കമറുദ്ദീൻ സംസാരിച്ചു, കനി സംസാരിച്ചു, ആതിരെ സംസാരിച്ചു, പാറു സംസാരിച്ചു. പാറു കമറുദ്ദീനെ ചാക്കിലാക്കാനൊക്കെ നോക്കുന്നുണ്ട്. കമറുദ്ദീൻ അവിടെ നിന്ന് നൈസായിട്ട് മാറിയിട്ട് കമറുദ്ദീൻ്റെ ചേച്ചീനെ കൊണ്ടുവരണം തന്നെയാണ് പറഞ്ഞത്. അവസാനം നറുക്കിലേക്ക് പോവുകയും അങ്ങനെ ആതിരയ്ക്ക് വീഴുകയാണ് ചെയ്തത്. അതിനുശേഷം ബെസ്റ്റ് പെർഫോം ചെയ്ത രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. കനിയും കമറുദ്ദീനുമാണ് ഈ ആഴ്ച ബെസ്റ്റ് പെർഫോമറായി സെലക്ട് ചെയ്തത്. അതിലെനിക്ക് വലിയ എതിരഭിപ്രായമൊന്നും എനിക്കും തോന്നുന്നില്ല. അതിനുശേഷം വേസ്റ്റ് പെർഫോം ചെയ്ത് രണ്ടാളെ സെലക്ട് ചെയ്യുക എന്നതായിരുന്നു. അതിൻ്റെ അകത്ത് ഓഫ് കോഴ്സ് ആന്ധ്രയുണ്ട്, പിന്നെ ഗാനാവിനോദുണ്ട്. ഗാനാവിനോദിൻ്റെ ക്യാപ്റ്റൻസിയും പോരായിരുന്നു, വീക്കിലി ടാസ്കും പോരായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ജയിലിലേക്ക് പോയത്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഈ ബെസ്റ്റ് പെർഫോമറായ 2 പേരും പിന്നെ കൂടാതെ ആ വിജയിച്ച ടീമിലുള്ള എല്ലാവരും കൂടെയായിരുന്നു. അവർക്കൊരു സഹായന വേണമായിരുന്നു. ആ ഗെയിം അടിപൊളിയായിരുന്നു ടാസ്ക്. അതിൻ്റെ അകത്ത് കമറുദ്ദീനാണ് വിജയിച്ചത്. കമറുദ്ദീൻ വിജയിച്ചത് ഓക്കെ, ക്യാപ്റ്റൻ എന്ന നിലയിൽ കമറുദ്ദീൻ ഇനി എങ്ങനെ കൊണ്ടുപോകും എന്നതാണ് എനിക്ക് നോക്കി കാണേണ്ടത്. ഇവൻ അടുത്ത ആഴ്ച ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് അത്ര പ്രശ്നങ്ങളില്ലാതെ പോകുമെന്ന് തന്നെ കരുതുന്നു. ഇതേ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമ്പോഴാണ് FJയുടെ കാല് വെച്ച് വീഴ്ത്താൻ നോക്കുന്നത്. FJ തന്നെയാണെങ്കിൽ ഓക്കെ, അതിൻ്റെ മുകളിൽ ആതിരയും നിൽപ്പുണ്ട്. അതാണ് വിക്രം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമ മാത്രം പറഞ്ഞാൽ പോരാ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടറെ അവിടെ അസസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ക്യാരക്ടർ അസസ് ചെയ്തിട്ട് വലിച്ച് താഴേക്ക് ഇട്ടാലേ ഒരാൾ താഴേക്ക് വീഴുള്ളൂ, മറ്റൊരാൾക്ക് കയറി പോകാനും പറ്റുള്ളൂ. നിങ്ങൾ വിന്നർ ആവാനാണ് ഓരോ കണ്ടസ്റ്റൻസും വന്നിരിക്കുന്നത്. സോ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങണം. ഇവിടെ നോക്കുമ്പോൾ ഉണ്ട് കനി വിക്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അറോറ വിക്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ എല്ലാം സെൻറ്റിമെൻറ്റ്സ് ആണ്. സെൻറ്റിമെൻറ്റ്സിനല്ല ഇവിടെ വാല്യൂ, നിങ്ങൾ ഓരോരുത്തരും ജയിക്കുക എന്നതാണ് വാല്യൂ. അതാണ് ഈ ബിഗ് ബോസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വിക്രം കരഞ്ഞുകൊണ്ട് പോയിട്ട് എല്ലാവരോടും സോറിയും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു കാഴ്ച കണ്ടത്, തോന്നുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഗാനാവിനോദനാണ്. പുള്ളിക്കാരൻ എന്തിനാണ് ജയിലിലിട്ടത്? ബെസ്റ്റ് പെർഫോമൻസിൻ്റെ പേരിൽ. എന്നിട്ട് ആ ജയിൽ മര്യാദയ്ക്ക് അടച്ചിട്ട് ആ ജയിലിലെങ്കിലും ഒരു ബഹുമാനം കൊടുത്ത് ചെയ്യണ്ടേ? അതുമില്ല. ഇതൊക്കെ മിക്കവാറും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിലേ കുറച്ചും കൂടെ റീച്ചൊക്കെ വരുള്ളൂ. ഞാൻ കുറച്ച് ദിവസം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായി. സോ നിങ്ങളത് ചെയ്യുമെന്നും കരുതുന്നു.